സ്വച്ഛമാണ് അവരുടെ ലോകം. നമുക്ക് ചുറ്റും അരൂപികളായി അവരുണ്ട്. ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ രസം കളയാതിരിക്കാൻ സബ്സ്ക്രൈബ്, ലൈക്ക് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഒഴിവാക്കാറുണ്ട്. സുഹൃത്തുക്കൾ പലരും പതിവായി പറയുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. വീഡിയോ കാണുന്നതിന് മുമ്പായി തന്നെ ലൈക്ക് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈക്ക് പിൻവലിക്കാനുള്ള അവകാശമാണ്. പുതിയ ആളുകൾ സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായത്തിന് മറുപടി പറയണം എന്ന ആഗ്രഹമുണ്ട്. അതിനായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ പോകാം കഥയിലേക്ക്. നല്ല ഇടിയാ, സൂപ്പർ പടം. രജനീകാന്തിൻ്റെ അച്ഛന് രജനീകാന്തിനെ വലിയ ഇഷ്ടമാണ്, കിച്ചു പറഞ്ഞു. അതിനകത്ത് രജനീകാന്തിന് ഒത്തിരി പശുക്കളുണ്ട്, നിന്നെ പോലെ. അത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു. നല്ല ഇടിയൊക്കെ ഉണ്ട്. ഇന്നലെ ഞാനും അച്ഛനും കൂടെ പോയി കണ്ടു. അച്ഛൻ എന്നെ കൊണ്ടുപോയി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാളെ സിനിമ മാറും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പോയി. അവസാന പീരീഡാണ്. ബാലേന്ദ്രൻ മാഷ് ലീവാണ്. ക്ലാസ്സിലെ ലീഡറായ രാധയെ ക്ലാസ് ടീച്ചർ വർത്തമാനം പറയുന്നവരുടെ പേരെഴുതാൻ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നു. നീ കുഞ്ഞേട്ടനെയും കൂട്ടി പോകാൻ നോക്ക്, കീച്ചു വീണ്ടും പറഞ്ഞു. ക്ലാസ് ടീച്ചറിൻ്റെ ടേബിളിൽ ഇരിക്കുന്ന രാധ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് കയ്യിലെ നോട്ട്ബുക്കിലേക്ക് കുത്തിക്കുറിക്കുന്നുണ്ട്. എടാ, അവള് നമ്മുടെ പേരെഴുതി. സാരമില്ല, ഇപ്പൊ സ്കൂൾ വിടും, രാമു പറഞ്ഞു. 4 മണിയാവുമ്പോൾ സ്കൂൾ വിടും. തിരിച്ചു പോകുമ്പോൾ പാൽക്കുപ്പി എടുത്തുകൊണ്ട് പോകണം. രാവിലെ സ്കൂളിൽ വരുന്ന വഴി ദാമുവേട്ടൻ്റെ ചായക്കടയിലും 2 വീടുകളിലും കൊടുക്കാനുള്ള പാലുമായിട്ടാണ് രാമു വരുന്നത്. സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ കുപ്പികൾ ബാഗിലിട്ട് തിരിച്ചു കൊണ്ടുപോകും. അതാണ് പതിവ്. രാവിലെ മുതൽ കിച്ചു സിനിമാ കഥ പറയുകയാണ്. അവൻ്റെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരമേ ഉള്ളൂ സിനിമാ ടാക്കീസിലേക്ക്. പണ്ട് ഏത് സിനിമയും ആദ്യം കാണുന്നത് താനായിരുന്നു. എടാ, സൂപ്പർ വടാ, കാണണം കേട്ടോ. രാമു ഒന്നും മിണ്ടിയില്ല. മുന്നിലെ ഡെസ്കിലേക്ക് കൈകൾ പിണച്ചു വെച്ച് അവൻ തല കുമ്പിട്ടിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി സിനിമ കണ്ടത്. അച്ഛൻ്റെ സൈക്കിൾ ബാറിലിരുന്ന് താനും പോയിട്ടുണ്ട്, ഗ്രാമത്തിലെ സിനിമാ ടാക്കീസിൽ. ഇൻ്റർവെൽ സമയത്ത് അച്ഛൻ വാങ്ങിത്തരുന്ന കടലമിഠായിയുടെയും എള്ളുമിഠായിയുടെയും രുചി ഇപ്പോഴും നാവിലുണ്ട്. സിനിമ കഴിഞ്ഞ് അച്ഛനോടൊപ്പം മടങ്ങി വരുമ്പോൾ കൈനിറയെ പലഹാരങ്ങളുണ്ടാവും. അതൊക്കെ ഒരു കാലം. അച്ഛൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. രാവിലെ തണുപ്പിൽ പുതച്ചു മൂടിക്കിടക്കുമ്പോൾ അടുത്തു വന്ന് അച്ഛൻ ഇരിക്കുന്നതായി താൻ സ്വപ്നം കാണാറുണ്ട്. മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, സ്നേഹമുള്ളവരെ കാണാൻ ആത്മാക്കൾ വരുമത്രേ. എടാ, നീ സിനിമയ്ക്ക് പോകുന്നുണ്ടോ? കിച്ചു വീണ്ടും ചോദിച്ചു. അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുതെന്നാ മുത്തശ്ശിയുടെ ചട്ടം. സന്ധ്യയ്ക്ക് നാമം ജപിക്കണം, അത് മുത്തശ്ശിക്ക് നിർബന്ധമാണ്. പിന്നെ പഠിക്കണ്ടേ? ഓ, ഒരു പഠിത്തക്കാരൻ. നീ അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്. ബാലേന്ദ്ര മാഷിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി നീയാ. പിന്നെ നാളെ ശനിയാഴ്ചയല്ലേ, ഞായറാഴ്ചയും പഠിക്കാമല്ലോ. നാളെ സിനിമ മാറും, പിന്നെ കാണാൻ പറ്റില്ല കേട്ടോ. നീ കുഞ്ഞേട്ടനെ കൂട്ടി പോ. ആ, നോക്കട്ടെ. രാമു ബുക്കുകൾ ഓരോന്നായി ബാഗിലേക്ക് എടുത്തു വെച്ചു. എല്ലാവരും ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി. എല്ലാവരും പോയതിനു ശേഷം രാമു ബാഗ് തോളിലിട്ട് പുറത്തേക്കിറങ്ങി നടന്നു. ഇത്
രാമു. മുഴുവൻ പേര് രാമൻകുട്ടി. മുത്തശ്ശൻ്റെ പേരാണ്. കിച്ചു എന്ന കൃഷ്ണനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. രണ്ടുപേരും ഈ കൊല്ലം 7ാം ക്ലാസ്സിലാണ്. രാമുവിൻ്റെ വീട്ടിലെ പശുക്കളുടെ പാൽ വിറ്റ് കിട്ടുന്ന വരുമാനമാണ് ഏക ജീവിതമാർഗം. പണ്ട് വലിയ കൂട്ടുകുടുംബമായിരുന്നു. മുത്തശ്ശൻ്റെ മരണത്തോടെ ഭാഗം വെച്ച് എല്ലാവരും പട്ടണത്തിലേക്ക് താമസമായി. മുത്തശ്ശി ഇപ്പോഴും പറയും, എല്ലാവരും ഓരോന്ന് ചോദിച്ചു മേടിച്ചപ്പോ നിന്റെ അച്ഛൻ മാത്രം ഒന്നും മിണ്ടിയില്ല. അവസാനം ആർക്കും വേണ്ടാത്ത ഈ വീടും മച്ചിലെ ഭഗവതിയെ മാത്രം അവന് കിട്ടി. അപ്പോൾ മുത്തശ്ശിയെ ആർക്കും വേണ്ടായിരുന്നു അല്ലേ? രാമു കളിയാക്കി ചോദിക്കും. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണ് നിറയും. പിന്നെ കുറേ നേരത്തേക്ക് മൗനം. ഈ വർഷം കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ ചേരണം, പഠിച്ച് മിടുക്കനായി ജോലിയൊക്കെ വാങ്ങണം, എന്നാലേ നമ്മുടെ കഷ്ടപ്പാട് മാറൂ. അമ്മ രാവിലെയും വൈകിട്ടും പറയുന്ന വാക്കുകളാണ് അത്. രാമു സൈക്കിളിനടുത്തേക്ക് നടന്നു. കിച്ചു ബാഗ് വലിച്ചെടുത്ത് അവന് പിന്നാലെ ഓടിയെത്തി. എടാ, നീ പോകുന്നുണ്ടോ? നീ പറയുന്ന കേട്ടിട്ട് പോകണമെന്ന് ഒരു കൊതിയുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല. പാൽക്കുപ്പിയൊക്കെ എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ വൈകില്ലേ? പിന്നെ പശുവിന് പുല്ല് കൊടുക്കണം. അതൊക്കെ കഴിയുമ്പോൾ സന്ധ്യയാവും. പിന്നെ എപ്പോൾ പോകാനാ? ഇനി അമ്മ സമ്മതിച്ചാലും മുത്തശ്ശി സമ്മതിക്കില്ല. ഇന്ന് സെക്കൻഡ് ഷോ ഉള്ള ദിവസമാണ്. അയ്യോ, രാത്രി ഒട്ടും പറ്റില്ല. നിനക്ക് സൈക്കിളുണ്ടല്ലോ. രാവിലെ നീ പാല് കൊടുക്കാൻ സൈക്കിൾ തനിയല്ലേ പോകുന്നത്? പിന്നെന്താ, അധിക ദൂരമൊന്നുമില്ലല്ലോ. നീ കുഞ്ഞേട്ടനോട് ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പോ. അപ്പോൾ അമ്മ സമ്മതിക്കില്ലേ? കുഞ്ഞേട്ടനെ ഇന്ന് കണ്ടില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കും. പോകുന്ന വഴി നോക്കാം. രാമു നിരാശയോടെ പറഞ്ഞു. സൈക്കിൾ സ്റ്റാൻഡിൽ നിന്നും ഇറക്കി അതിലേക്ക് കയറിയിരുന്നു. എടാ, പോയി കാണണേ, നോക്കട്ടെ. കുഞ്ഞേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അമ്മ സമ്മതിക്കും. ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ കുഞ്ഞേട്ടനൊപ്പം പോയിട്ടുണ്ട്. ആ, പിന്നെന്താ, ഞാൻ പോവാണേ. കിച്ചു ഓടിയകന്നു. എന്താ രാമൻകുട്ടി, പോവാറായില്ലേ? പ്യൂൺ രാഘവൻ ചേട്ടൻ ക്ലാസ് റൂമുകൾ ഓരോന്നായി പൂട്ടുകയാണ്. പോവാ. അവൻ സൈക്കിളിൽ കയറി ഗ്രൗണ്ടിലൂടെ റോഡിലേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ സിനിമയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഇന്ന് കണ്ടില്ലെങ്കിൽ ഇനി അത് കാണാൻ കഴിയില്ല. അമ്മയോട് പണം വാങ്ങണം. പറ്റിയ ഇന്ന് തന്നെ സിനിമ കാണണം. ധൃതിയിൽ സൈക്കിൾ ചവിട്ടി. കുറച്ചു ദൂരം കഴിഞ്ഞാൽ ചെറിയ ഇറക്കമാണ്. അതിൻ്റെ അരികിലാണ് കുഞ്ഞേട്ടൻ്റെ വീട്. അവൻ കുഞ്ഞേട്ടൻ്റെ വീടിൻ്റെ അടുത്തെത്തി. സൈക്കിൾ നിർത്തി വഴിയിൽ നിന്നും അവൻ എത്തി നോക്കി. കുഞ്ഞേട്ടൻ തനിച്ചാണ് താമസം. ചെറിയൊരു വീടാണ്. കുറേ പറമ്പുണ്ട് വീടിന് ചുറ്റും. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. പിന്നാലെ അച്ഛനും. 25 വയസ്സേ ഉള്ളുവെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ്. അതുകൊണ്ട് എല്ലാവരും കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കുന്നത്. താനും. ഇടയ്ക്ക് ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും യാത്ര പോകും. തന്നെ വലിയ ഇഷ്ടമാണ് കുഞ്ഞേട്ടന്. വീടിൻ്റെ വാതിൽ ചാരിയ നിലയിലാണ്. അവൻ ഉറക്കെ വിളിച്ചു, കുഞ്ഞേട്ടാ. ആരും വിളി കേട്ടില്ല. കുഞ്ഞേട്ടനോട് സിനിമയുടെ കാര്യം പറയണം. കുഞ്ഞേട്ടൻ കൂട്ടുണ്ടെങ്കിൽ അമ്മ സമ്മതിക്കും. കുഞ്ഞേട്ടോ, കുഞ്ഞേട്ടാ. അവൻ വീണ്ടും ഉറക്കെ വിളിച്ചു, കുഞ്ഞേട്ടോ. എവിടെ നിന്നോ മറുപടി കേട്ടു. ആള് സ്ഥലത്തുണ്ട്. നമുക്ക് സിനിമയ്ക്ക് പോകാലോ, ഇവിടെ കാണണം കേട്ടോ. ദൂരെ നിന്നും മറുപടി കേൾക്കാം. പറമ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ പോയിട്ട് വരാവേ. അവൻ സൈക്കിൾ ആഞ്ഞു ചവിട്ടി. വീടിന് മുന്നിലെത്തിയപ്പോൾ അമ്മ തൊടിയിൽ നിൽപ്പുണ്ട്. മുത്തശ്ശി അറിയാതെ അമ്മയോട് അനുവാദം ചോദിക്കാൻ പറ്റിയ സമയം. അവൻ സൈക്കിളിൽ നിന്നും ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് മെല്ലെ നടന്നു. പറമ്പിലെ തെങ്ങിൽ നിന്നും വീണ ഉണങ്ങിയ മടൽ മുറിച്ച് ചെറിയ കഷണങ്ങളാക്കി അടുക്കി വെക്കുകയാണ് അമ്മ. അമ്മേ, അവൻ പതിയെ വിളിച്ചു.
കഴിക്കാനുള്ളത് മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയാ. ചായയുണ്ട്. തണുക്കും മുമ്പ് വേഗം പോയി കൈയും കാലും കഴുകി അത് കഴിക്കേ. അമ്മ മുഖമുയർത്താതെ പറഞ്ഞു. തെങ്ങിലേക്ക് ചാരി രാമു അവിടെ തന്നെ നിന്നു. അവിടുന്ന് മാറി നിൽക്കേ. ഉണക്കത്തേങ്ങ ഒരുപാടുണ്ട്, തലേ വീഴും. തേങ്ങയിടാൻ ആ കുഞ്ഞനെ വിളിച്ചിട്ട് ഈ വഴി വന്നിട്ടില്ല. എന്താ കുട്ടി, പറഞ്ഞത് കേട്ടില്ലേ? നീ പോയി ആഹാരം കഴിക്കാൻ. ഉമ്മറത്തിരിക്കുന്ന മുത്തശ്ശി തലയുയർത്തി നോക്കുന്നുണ്ട്. ചെറിയ പരുങ്ങലോടെ അവൻ പറഞ്ഞു, അമ്മേ, ഞാനൊരു സിനിമ കാണാൻ പോക്കോട്ടെ. ഒത്തിരി കാലമല്ലേ ഞാനൊരു സിനിമ കണ്ടിട്ട്. അമ്മ മുഖമുയർത്തി. ഇപ്പം അതാണോ അത്യാവശ്യം? സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണം, അതാണ് ചെയ്യേണ്ടത്. പിന്നെന്താ പെട്ടെന്നൊരു പൂതി? കിച്ചു പറഞ്ഞതാ. നല്ല സിനിമയാന്ന്. പശു വളർത്തുന്ന ഒരാളുടെ കഥയാ. അയാൾ എന്നിട്ട് വലിയ പണക്കാരനാവും. പിന്നെ അവൻ പറഞ്ഞത് അതിനകത്ത് നായകൻ എന്നെപ്പോലെയാണെന്ന്. അമ്മ നിവർന്നു നിന്നു. അവൻ്റെ നെറുകയിൽ തലോടി. ആരാ നായകൻ? രജനികാന്താ? ആ, തമിഴ് പടമാ. ആ ശരി, നാളെ പൊക്കോ. നാളെ പടം മാറും. ഞാൻ ഇന്ന് പൊക്കോട്ടെ. ഇപ്പോഴോ? സെക്കൻഡ് ഷോയ്ക്ക്. രാത്രിയിലോ? ഇരുട്ടിലോ? വേണ്ട വേണ്ട. അപ്പം ഞാൻ രാവിലെ പാല് കൊടുക്കാൻ പോകുമ്പോഴോ? രാവിലെ അല്ലേ അത്? അപ്പോൾ റോഡിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെ പത്രക്കാരും ചായ കുടിക്കാൻ വരുന്നവരും. അതുപോലല്ല രാത്രി. നീ വരുമ്പോൾ വൈകും. മാത്രമല്ല രാവിലെ എഴുന്നേക്കണ്ടേ. തനിച്ചെങ്ങനെ രാത്രി പോകണ്ട. ഞാൻ കുഞ്ഞേട്ടനെ കൂട്ടി പൊക്കോളാം. അപ്പോൾ കൂട്ടുണ്ടല്ലോ. ഞാനൊന്ന് പൊക്കോട്ടെ അമ്മേ. അവർ രാമുവിൻ്റെ നേരെ നോക്കി. അവൻ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശിയോടൊന്ന് ചോദിക്കേ. മുത്തശ്ശി സമ്മതിക്കില്ല. നീ കുഞ്ഞൻ്റെ കൂടെ പോവാന്ന് പറ. ചെല്ലേ, ചായ തണുക്കും. ആദ്യം പോയി വല്ലതും കഴിക്കേ. അമ്മ മുറിച്ചിട്ട മടലിൻ്റെ കഷ്ണങ്ങൾ കയ്യിലെടുത്തു. പാലിൻ്റെ കുപ്പി എവിടെ? അയ്യോ, ഞാനത് മറന്നു. നിനക്കെന്താ രാമു ചിന്ത? നാളെ രാവിലെ പാല് കൊടുക്കണ്ടേ? നേരെ സന്ധ്യ ആവുന്നു. ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ എടുത്തോളാം. തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരെ? എന്താ ഒരു ബഹളം? ഒന്നുമില്ല മുത്തശ്ശി, രാമു പെട്ടെന്ന് പറഞ്ഞു. അവനിപ്പോൾ ഒരു സിനിമ കാണാൻ പോകണമെന്ന്. നാമം ജപിക്കേണ്ട സമയമാകുന്നു. മുത്തശ്ശി, ഞാൻ നാമം ജപിച്ചിട്ട് പൊക്കോളാം. രാത്രിയിലെ പടത്തിനാണ് പോണത്. എൻ്റെ കുട്ടി, രാത്രി തനിച്ച് പുറത്തു പോവുകയോ? തനിച്ചല്ല മുത്തശ്ശി, കുഞ്ഞേട്ടനും വരും. എന്നാലും എൻ്റെ കുട്ടി തനിച്ച് പോണോ? രാവിലെ പാലും കൊണ്ട് ഞാൻ തനിച്ചല്ലേ പോണത്. അതുപോലല്ല രാത്രി. മാടനും മറതയും ഒക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. നീ കൊച്ചു കുട്ടിയല്ലേ. എൻ്റെ മുത്തശ്ശി, എനിക്ക് പേടിയൊന്നുമില്ല. നല്ല സിനിമയാണ്. എത്ര നാളായി ടാക്കീസിൽ പോയി സിനിമ കണ്ടിട്ട് വന്നിട്ട് മുത്തശ്ശിക്ക് ഞാൻ കഥ പറഞ്ഞുതരാം. രാമു, അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു. വന്ന് കഴിക്കൂ. അവൻ അകത്തേക്ക് ഓടി. ഉമ്മറത്തേക്ക് കാല് നീട്ടിവെച്ച് മുത്തശ്ശി ചുവരിൽ ചാരിയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളോട് എന്ത് പറഞ്ഞിട്ടെന്താ? രാമ രാമ രാമു രാമ ആഹാരം കഴിച്ച് പശുവിന് പുല്ല് കൊടുത്തു. നേരം സന്ധ്യയാകുന്നു. കുളിച്ച് ഉടുപ്പ് മാറി അടുക്കളയിൽ അമ്മയുടെ അടുത്തേക്ക് അവൻ ചെന്നു. നീ ഇപ്പോഴേ പോവാണോ? നാമം ജപിച്ചിട്ട് പോ, അമ്മ പറഞ്ഞു. അടുക്കളയിലെ അലമാരയുടെ മൂലയിൽ നിന്നും ചെറിയ ഒരു ഭരണി എടുത്ത് തുറന്ന് അതിൽ നിന്നും പണമെടുത്ത് അവന് നൽകി. സൂക്ഷിച്ചു പോണം കേട്ടോ. എപ്പോഴാ സിനിമ തുടങ്ങുക? 9 മണിക്ക്. ഉമ്മറത്തെ ലൈറ്റ് ഞാൻ കെടുത്തില്ല. നീ വരാതെ ഞങ്ങളാരും ഉറങ്ങുകയില്ല. വേഗം പോരണ സിനിമ കഴിഞ്ഞ്. നിന്റെ കുഞ്ഞേട്ടനെ കൊണ്ട് സൈക്കിൾ ചവിട്ടിച്ചാൽ മതി കേട്ടോ. അമ്മ വീണ്ടും അടുക്കള ജോലികളിൽ വ്യാപൃതയായി. രാമു ഓടി മുത്തശ്ശിയുടെ അടുത്തെത്തി. വിളക്ക് കൊളുത്തി അതിന് മുന്നിലിരുന്ന് നാമം ജപിക്കുകയാണ് അവർ. രാമു കൂടെ ഇരുന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു. മുത്തശ്ശി അവനെ ഭസ്മം തൊടുവിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവൻ പുറത്തേക്കിറങ്ങി. അമ്മേ, ഞാൻ ഇറങ്ങുന്നേ. മോനെ, ഈ സഞ്ചി കൊണ്ടുപോ.
പാലിൻ്റെ കുപ്പി ഇതിൽ വെച്ച് വന്നാൽ മതി. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ മോനെ. എന്നാലും ഈ സമയത്ത് പോണോ? അവൻ ആൺകുട്ടിയല്ലേ അമ്മേ, പോയിട്ട് വരട്ടെ. പിന്നെ അവൻ്റെ കുഞ്ഞേട്ടൻ്റെ കൂടെയല്ലേ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുമോ? അമ്മ പറഞ്ഞു. സൈക്കിളിൽ കയറി അവൻ വഴിയിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോയി. വഴിയിൽ വെളിച്ചമുണ്ട്. കുഞ്ഞേട്ടൻ റെഡിയായി നിൽപ്പുണ്ടാവും. ആവേശത്തോടെ അവൻ മുന്നോട്ട് സൈക്കിൾ ചവിട്ടി. ദാമുവേട്ടൻ്റെ കടയുടെ മുമ്പിൽ സൈക്കിൾ നിർത്തി. അവിടെ ബാലേന്ദ്ര മാഷുണ്ട്. മാഷിനെ ഇന്ന് സ്കൂളിൽ കണ്ടില്ലല്ലോ. ചെറിയൊരു പനി, അതുകൊണ്ട് ലീവാക്കി. എങ്ങോട്ടാ രാമു? ഒരു സിനിമയ്ക്ക്. ആഹാ, തനിച്ചേ ഉള്ളോ? അല്ല, കുഞ്ഞേട്ടനെ വിളിക്കാൻ പോവാ. അതാണോ നീ സ്കൂളിൽ നിന്ന് ശരം വിട്ടോരെ വീട്ടിലേക്ക് പോയത്? പാൽക്കുപ്പി ഒന്നും വേണ്ടേ? അത് പറയാനാണ് ഞാൻ വന്നത്. തിരിച്ചു പോകുമ്പോൾ എടുത്തോളാം. രാമേട്ടൻ അത് പുറത്തു വെച്ചാൽ മതി. പോട്ടെ മാഷേ. രാമു മാഷിനോടും ദാമുവേട്ടനോടും യാത്ര പറഞ്ഞ് മുന്നോട്ട് പോയി. നല്ല അധ്വാനശീലമുള്ള പയ്യനാ, മിടുക്കൻ. ദാമേട്ടൻ പറഞ്ഞു. പഠിക്കുമോ മാഷേ? നന്നായിട്ട് പഠിക്കും. അക്കാര്യത്തിലും അവൻ മിടുക്കനാ. ചെറിയ കയറ്റമാണ്. സൈക്കിളിൽ എഴുന്നേറ്റ് നിന്ന് ചവിട്ടി കുഞ്ഞേട്ടൻ്റെ വീടിനടുത്ത്. കുഞ്ഞേട്ടാ, റെഡിയായോ? മറുപടിയൊന്നുമില്ല. അവൻ സൈക്കിളിൽ നിന്നിറങ്ങി വീടിനടുത്തേക്ക് ചെന്നു. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടോ! അവൻ നീട്ടി വിളിച്ചു. മറുപടിയില്ല. വീടിന് ചുറ്റും നടന്ന് തിരഞ്ഞുവെങ്കിലും അവിടെ ആരുമില്ലെന്ന് അവന് മനസ്സിലായി. ഇനി കുഞ്ഞേട്ടൻ പറമ്പിലാണോ? പറമ്പിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ കുറച്ചു ദൂരം കൂടി നടന്ന് വിളിച്ചു നോക്കി. അവിടെയെങ്ങും അയാളെ കണ്ടില്ല. നേരെ സന്ധ്യയാകുന്നു. ഇനി പുറത്തേക്കെങ്ങാനും പോയോ? കുറച്ചു നേരം അവിടുത്തെ പടിക്കെട്ടിൽ അവനിരുന്നു. നേരമേറെ കഴിയുന്നു. ഇനിയും വൈകിയാൽ സമയത്തിനെത്താൻ കഴിയില്ല. മാത്രമല്ല, കുഞ്ഞേട്ടൻ ഇല്ലാതെ പോകാൻ അമ്മ സമ്മതിക്കില്ല. ഇനി എന്ത് ചെയ്യും? കുഞ്ഞേട്ടോ! അവൻ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി. ഇനി വീണ്ടും യാത്ര പോയോ? ഒറ്റയ്ക്ക് പോയാലോ? അതേ ഉള്ളൂ ഇനി മാർഗം. തിരിച്ച് വീട്ടിൽ ചെന്ന് തനിച്ചു പോകുന്ന കാര്യം പറഞ്ഞാൽ അമ്മയും മുത്തച്ഛയും സമ്മതിക്കില്ല. പോകുന്ന വഴിക്ക് നല്ല വെളിച്ചമുണ്ട്. പിന്നെന്താ പോയാൽ? തനിച്ചു പോവാം. അവൻ എഴുന്നേറ്റ് കുഞ്ഞേട്ടൻ്റെ വീടിന് നേരെ ഒരിക്കൽ കൂടി നോക്കി. എന്നിട്ട് സൈക്കിളിൽ കയറി മുന്നോട്ട് പോയി. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ഗ്രാമത്തിലെ വഴിവക്കിലേക്ക് തലനീട്ടി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ചെറിയ ബൾബിൻ്റെ വെട്ടം വഴിയിലേക്ക് ചിതറി വീഴുന്നുണ്ട്. സൈക്കിളിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തു. പതിയെ മുന്നോട്ടേക്ക് കാഴ്ചകൾ ആസ്വദിച്ച് രാമൻകുട്ടി നീങ്ങുകയാണ്. ഈ വഴിക്ക് ഒറ്റയ്ക്ക് വന്നുവെന്ന് വീട്ടിലറിഞ്ഞാൽ എല്ലാവരും പേടിക്കും. രാവിലെ തന്നെ കുഞ്ഞേട്ടനെ കണ്ടുപിടിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒന്നൊരു കള്ളം പറയണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും. സൈക്കിൾ ടാക്കീസിനടുത്തേക്കെത്തി. അതിൻ്റെ മുമ്പിലുള്ള ചെറിയ കടയിൽ 1-2 ആളുകൾ ഇരിപ്പുണ്ട്. സൈക്കിൾ നിർത്തി സ്റ്റാൻഡിൽ വെച്ച് അവിടെ ഇറങ്ങി. കടയുടെ വശത്തെ ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. ഇന്ന് സെക്കൻഡ് ഷോ ഉണ്ടോ ചേട്ടാ? ഉണ്ടല്ലോ, വെള്ളിയും ചൊവ്വയും സെക്കൻഡ് ഷോ ഉണ്ട്, കടക്കാരൻ പറഞ്ഞു. കടയിലെ ചില്ലുഭരണികളിലേക്ക് അവൻ്റെ നോട്ടം എത്തി. അച്ഛനെ ഓർത്തു. പോക്കറ്റിൽ പരതി പൈസ എടുത്ത് എണ്ണി നോക്കി. 15 രൂപയുണ്ട്. ടിക്കറ്റിന് 10 രൂപയാണ്. ചേട്ടാ, ഇതൊരെണ്ണം. കടല മിഠായി നിറച്ച ഭരണിയിൽ തൊട്ട് കാണിച്ചു. മിഠായി കഴിച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. അവിടെ പതിപ്പിച്ചു വെച്ചിരുന്ന പോസ്റ്ററുകളിലൂടെ കണ്ണോടിച്ചു. തിയേറ്ററിൻ്റെ മുമ്പിലെ വലിയ ഗേറ്റ് അടച്ച നിലയിലാണ്. അകത്തുനിന്നും സിനിമയിലെ ശബ്ദശകലങ്ങൾ പുറത്തു കേൾക്കാം. കുറേ നേരം കഴിഞ്ഞു. ഒരു ബെൽ മുഴങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഗേറ്റ് തുറന്നിട്ടു.
രാമൻകുട്ടി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് സൈക്കിൾ സ്റ്റാൻഡിൽ നിന്നും ഇറക്കി ഗേറ്റിനുള്ളിൽ കയറ്റി വെച്ച് ലോക്ക് ചെയ്തു. താക്കോൽ കീശയിലിട്ടു. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിലെ ബെഞ്ചിൽ പോയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സിനിമ അവസാനിച്ചു. കുറേ ആളുകൾ പുറത്തേക്കിറങ്ങി അവന് മുന്നിലൂടെ കടന്നുപോയി. തിയേറ്ററിന് മുകളിലെ മൈക്കിലൂടെ ഏതോ പഴയ തമിഴ് പാട്ട് കേൾക്കാം. സെക്കൻഡ് ഷോയുടെ അറിയിപ്പാണ്. ടിക്കറ്റ് എടുത്ത് രാമു അകത്ത് കയറി. ആളുകൾ കുറവാണ്. സിനിമ തുടങ്ങി. കിച്ചു പറഞ്ഞത് ശരിയാണ്. പാൽ കച്ചവടക്കാരൻ്റെ കഥയാണ്. സിനിമ അവസാനിക്കാറായപ്പോൾ തിരിച്ചു പോകുന്നതിനെക്കുറിച്ചായിരുന്നു രാമുവിൻ്റെ ചിന്ത. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ സിനിമ അവസാനിച്ചു. പുറത്തിറങ്ങിയപ്പോൾ മുന്നിലെ കട അടച്ചിരുന്നു. ഗേറ്റ് കടന്ന് ആളുകൾ പല വഴി പോയി. രാമു സൈക്കിളിൽ കയറി പുറത്തേക്കിറങ്ങി. മുന്നിലെ റോഡ് ശൂന്യമാണ്. അവൻ്റെ പിന്നിൽ ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം മുഴങ്ങി. നല്ല നിലാവുണ്ട്. വേഗം വീട്ടിലെത്തണം. അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. സമയമറിയാൻ യാതൊരു മാർഗവുമില്ല. റോഡിൻ്റെ ഇരുവശങ്ങളിലും മഞ്ഞ നിറത്തിൽ വഴിവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നേർത്ത മഞ്ഞുണ്ട്. പുക പോലെയുള്ള മഞ്ഞിൽ കൂടി ലൈറ്റുകളുടെ വെളിച്ചം കടന്നു വരുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഈ രാത്രിക്ക് എന്ത് ഭംഗിയാണ്. വഴിവിളക്കുകൾ തമ്മിലുള്ള ദൂരത്തിനിടയിലെ ഇരുട്ടിൽ നിലാവിൻ്റെ വെളിച്ചം അവന് കൂട്ടായി. നിലാവും തണുപ്പും ആസ്വദിച്ച് രാമു യാത്ര തുടർന്നു. ഇത്ര ദൂരം സൈക്കിൾ ചവിട്ടിയെങ്കിലും തണുപ്പുള്ളതുകൊണ്ട് വലിയ ക്ഷീണം തോന്നിയില്ല. ഇനിയൊരു വളവാണ്. അത് കഴിഞ്ഞാൽ കുരിശുപള്ളിക്കവല. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഇറക്കമാണ്. ഈ ഇറക്കം അവസാനിക്കുന്നത് കുഞ്ഞേട്ടൻ്റെ വീടിന് മുമ്പിൽ. പിന്നെ ദാമുവേട്ടൻ്റെ കട. പിന്നത്തെ ഇറക്കം അവസാനിക്കുന്നത് തൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇത്ര ദൂരം വന്നത് അറിഞ്ഞതുപോലുമില്ല. കുരിശുപള്ളിയുടെ മുമ്പിൽ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചം കാണാം. കവല കഴിഞ്ഞ് കുറച്ച് സ്ഥലത്തെ വെളിച്ചമുള്ളൂ. വഴിവിളക്കുകൾ പലതും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രകാശങ്ങൾക്ക് ഇടയിലുള്ള ഇരുട്ടിന് അകലം കൂടുതലാണ്. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രകാശമുള്ളത് കുറേ ദൂരത്തിന് അപ്പുറത്താണ്. വളവ് തിരിഞ്ഞു ചെന്നതും അല്പം അകലെയായി വഴിയോരം ചേർന്ന് ഒരു വെളുത്ത രൂപം നിൽക്കുന്നത് അവൻ കണ്ടു. സൈക്കിൾ നിർത്തി. ഇരുട്ടാണ് അവിടെ. മാടനും മറതയുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. മുത്തശ്ശിയുടെ വാക്കുകൾ അവൻ ഓർത്തു. ആ രൂപം ചെറുതായി അനങ്ങുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് അവൻ മുന്നോട്ട് നീങ്ങി. കുഞ്ഞേട്ടൻ. ഹോ, കുഞ്ഞേട്ടാ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ ഇവിടെ ഇരുട്ടത്ത് നിൽക്കുന്നത്? ഞാൻ വീട്ടിൽ വന്ന് എത്ര പ്രാവശ്യം വിളിച്ചു. ഞാൻ നിന്നെ തിരക്കി ഇറങ്ങിയതാ. അമ്മയും മുത്തശ്ശിയും നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നു. കുഞ്ഞേട്ടനെ കൂട്ടി പോകാനാ അമ്മ പറഞ്ഞത്. നീ വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറമ്പിൻ്റെ അരികിലായിരുന്നു. വിളി കേട്ട് വന്നപ്പോൾ നീ പോയി കഴിഞ്ഞു. ഇത്രയും നേരം വരുമെന്ന് കരുതി അവിടെ കാത്തിരുന്നു. പിന്നെ ഇറങ്ങി നടന്നു. ഈ മഞ്ഞ് കൊണ്ട് നിനക്ക് വല്ല പനിയും പിടിക്കും രാമു. വഴിയിൽ തീരെ വെളിച്ചം കുറവാ. ഈ സൈക്കിളിൻ്റെ ലൈറ്റിനും അത്ര വെളിച്ചമില്ല. എന്ത് ധൈര്യത്തിലാണ് നീ ഇതുവഴി പോകുന്നത്? ഇറങ്ങ. സൈക്കിൾ ഞാൻ ഓടിക്കാം. നീ പുറകിലിരുന്നാൽ മതി. രാമു സൈക്കിൾ കുഞ്ഞേട്ടന് കൈമാറി. പിന്നിലെ ക്യാരിയറിൽ ഇരിപ്പുറപ്പിച്ചു. പിന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ വന്നതെന്ന് അമ്മ ചോദിച്ചാൽ പറയണം. ഇല്ലെങ്കിൽ അവർ വിഷമിക്കും. നീ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കരുത്, കൂട്ടില്ലാതെ. മുത്തശ്ശി പറയുന്നത് കേട്ടു. മാടനും മറുതയും ഒക്കെ ഉണ്ടെന്ന്. എന്താ കുഞ്ഞേട്ടാ ഈ മാടൻ? രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്നവരെ പിന്നിൽ നിന്നും ആക്രമിക്കുന്ന ആളാണ് മാടൻ. പിന്നിൽ നിന്ന് ചൂളം അടിച്ച് വിളിക്കും. തിരിഞ്ഞു നോക്കിയാൽ പിന്നെ നമുക്ക് വഴി തെറ്റും. കണ്ണ് കെട്ടിക്കൊണ്ടുപോയി കൊലക്കുഴി ചാടിക്കും. ദൂരെ നിന്നും ഒരു നായ കൂവി. പേടിയോടെ രാമു കുഞ്ഞേട്ടൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. ഹോ, എന്തൊരു തണുപ്പാ കുഞ്ഞേട്ടന്, ഐസ് പോലെ. ഇത്രയും ദൂരം മഞ്ഞും കൊണ്ടുവന്ന് എനിക്ക് തണുപ്പില്ലാതിരിക്കുമോ? നല്ലതുപോലെ മഞ്ഞു പെയ്യുന്നുണ്ട്. അതിനൊപ്പം അവരുടെ മേലേക്ക് ഇരുളും വെളിച്ചവും
മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. സൈക്കിൾ ഇറക്കമിറങ്ങി കുഞ്ഞേട്ടൻ്റെ വീടിനടുത്തെത്തി. നീ തനിച്ചു പോവോ അതോ ഞാൻ വീട് വരെ കൊണ്ടുവിടണോ? നിനക്ക് പേടിയുണ്ടോ? ഹേയ്, എന്തിന്? ഞാൻ ഒറ്റയ്ക്കല്ലേ ഇത്രയും ദൂരം വന്ന്. കുഞ്ഞൻ സൈക്കിൾ രാമുവിന് കൈമാറി. കുഞ്ഞേട്ടന് ഇത്ര നേരം മഞ്ഞു കൊണ്ടില്ലേ, ഇനി പോയി കിടന്നുറങ്ങ. ദാമേട്ടൻ്റെ കടയിൽ നിന്ന് പാൽപാത്രം എടുക്കണം. എന്നാ വേഗം പൊക്കോ, പോകുന്ന വഴി സൂക്ഷിക്കണം കേട്ടോ. ദാമോട്ടൻ്റെ കട ദൂരെ കാണാം. അല്പദൂരം മുന്നോട്ട് പോയ ശേഷം രാമു തിരിഞ്ഞു നോക്കി. കുഞ്ഞേട്ടൻ ദൂരെ നിന്നും കൈവീശി കാണിച്ചു. ദാമുവേട്ടൻ്റെ കട. അതിനു മുന്നിൽ സൈക്കിൾ നിർത്തി ഇറങ്ങി. സഞ്ചിയെടുത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ അതിൽ വെച്ചു. ഇനി അതിനുള്ളിൽ സ്ഥലമില്ല. അത് സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറിൽ തൂക്കിയിട്ടു. മിച്ചമായൊരു കുപ്പി പിന്നിലെ ക്യാരിയറിൽ വെച്ചു. പെട്ടെന്ന് കുറച്ചകലെ നിന്നും ഒരു നായ മുങ്ങി. അവന് ഭയം തോന്നി. രാമു സൈക്കിളിൽ ചാടിക്കയറി. ഇനിയൊരു ഇറക്കമാണ്. ഈ വഴി അവസാനിക്കുന്നത് തൻ്റെ വീടിൻ്റെ മുന്നിലാണ്. സൈക്കിളിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിലുണ്ട്. അതോടൊപ്പം പിന്നിൽ നിന്നും ഒരു ചൂളം വിളി അവൻ കേട്ടു. എന്താണത്? അവൻ ബ്രേക്കിൽ നിന്നും കൈയെടുത്തു. സൈക്കിളിൻ്റെ വേഗത വർദ്ധിച്ചു. അതോടൊപ്പം ചൂളം വിളിയുടെ ശബ്ദവും കൂടിക്കൂടി വന്നു. അതെ, തൻ്റെ തൊട്ടു പിന്നിൽ എന്തോ വരുന്നു. മാടൻ. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. സൈക്കിളിൻ്റെ വേഗത കൂട്ടി. തൊട്ടു പിന്നാലെ ശബ്ദവും കൂടിക്കൂടി വന്നു. വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലേക്ക് വെളിച്ചം വീഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് അവൻ കണ്ടു. അതിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്ന് സൈക്കിൾ വീടിന് നേരെ തിരിച്ചു നിർത്തി രാമു തിരിഞ്ഞു നോക്കി. അവൻ കടന്നു വന്ന വഴിയിലെ ഇരുട്ടിനപ്പുറം മങ്ങിക്കത്തുന്ന ബൾബിന് ചുവട്ടിലൂടെ എന്തോ ഒരു രൂപം പാഞ്ഞു വരുന്നു. ഭയന്ന് അവൻ വീട്ടിലേക്ക് സൈക്കിൾ വേഗത്തിൽ ചവിട്ടിക്കയറ്റി. ഉമ്മറത്ത് വെളിച്ചമുണ്ട്. അമ്മേ! വഴിയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു. കതക് തുറന്ന് അമ്മ ഇറങ്ങി വന്നു. വിയർത്ത് കുളിച്ച അവനെ കണ്ട് അമ്മ ചോദിച്ചു, എന്തു പറ്റി? ഒന്നുമില്ല. വിളറിയ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അമ്മ ചോദിച്ചു, നീ വല്ലതും കണ്ട് പേടിച്ചോ? ഇല്ല. അവൻ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താ കുട്ടി ഈ തണുപ്പത്ത് വേർത്തത്? ഒന്നുമില്ല, നായ്ക്കളുടെ ശല്യം. ഓടിച്ചോ നിന്നെ? അമ്മ സൈക്കിളിൽ നിന്നും പാൽപാത്രങ്ങൾ എടുത്തു. വിശക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല. എന്നാ കിടന്നോ. അമ്മ അടുക്കളയിലേക്ക് പോയി. അവൻ മുറിയിലെത്തി കട്ടിലിലേക്ക് വീണു. കണ്ണുകൾ അടച്ചു കിടന്നു. ഉറങ്ങിയോ നീ? അമ്മ ചോദിച്ചു. അവൻ കണ്ണുകൾ തുറക്കാതെ കിടന്നു. അമ്മ അവൻ്റെ തലയിൽ തലോടി. ലൈറ്റ് അണച്ച് തിരിച്ചുപോയി. ദൂരെ നായ്ക്കളുടെ ശബ്ദം കേൾക്കാം. രാമു കണ്ണുകൾ മുറുക്കി അടച്ചു. പിറ്റേന്ന് രാവിലെ പാൽപാത്രവുമായി രാമുവിൻ്റെ അമ്മ സാവിത്രി വരുന്നത് കണ്ട് ദാമുവേട്ടൻ ചോദിച്ചു, രാമു എവിടെ? രാവിലെ ചെക്കന് പൊള്ളുന്ന പനി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം എങ്ങനെ? കുറവുണ്ട്. ആവി പിടിക്കുക. മഞ്ഞു കൊണ്ടതിൻ്റെ ആവും. ഇന്നലെ കണ്ടു സന്ധ്യയ്ക്ക് സിനിമയ്ക്ക് പോണത്. ബാലചന്ദ്രൻ മാഷ് പറഞ്ഞു. പാത്രം വാങ്ങി സാവിത്രി തിരിഞ്ഞു നടന്നു. രാമു കിടക്കുകയാണ്. നെറ്റിയിൽ തുണി നനച്ചിട്ടിരിക്കുന്നു. മുത്തശ്ശി അടുത്തിരിപ്പുണ്ട്. എങ്ങനെയുണ്ടിപ്പോൾ? കുഴപ്പമില്ലമ്മേ. അവർ നെറ്റിയിൽ തൊട്ട് നോക്കി. ചൂട് കുറഞ്ഞല്ലോ. ബാലേന്ദ്രൻ മാഷും ദാമേട്ടനും നിന്നെ തിരക്കി. ആരുമില്ല ഇവിടെ. ബാലമാഷും ഭാര്യയും വന്നിരിക്കുന്നു. എവിടെ പനിക്കാരൻ? ഇവൻ എന്തോ കണ്ടു പേടിച്ചതാ. ഞങ്ങൾ ചോദിച്ച ഒന്നും പറയില്ല. മാഷ് ചോദിച്ചാട്ടെ. ആണോ രാമു? പേടിച്ചോ? ഇപ്പൊ പനിയൊക്കെ പോയി മാഷേ. എന്നാ വാ. രാമുവിനെ കൂട്ടി മാഷ് മുറ്റത്തേക്ക് ഇറങ്ങി.
വഴിയിലേക്ക് മെല്ലെ നടന്നു. എന്താ പ്രശ്നം? നീ ഇന്നലെ പേടിച്ചു എന്നൊക്കെ ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ. അത് മാഷേ, ഞാൻ ഇന്നലെ തിരിച്ചു വന്നപ്പോൾ പിന്നിൽ നിന്ന് ഒരു ചൂളംവിളി കേട്ടതാ. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു. അത് സത്യ. ഈ ശംഖിൻ്റെയൊക്കെ ശബ്ദം പോലെ. എവിടെ മുതലാ ഈ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയത്? നമ്മുടെ ദാമോട്ടൻ്റെ കടയുടെ അവിടുന്ന് ഇവിടെ വരെ. നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പുറകിൽ? കുഞ്ഞേട്ടനുണ്ടായിരുന്നു. കുഞ്ഞേട്ടൻ വീട്ടിലിറങ്ങി. പിന്നെ ദാമേട്ടൻ്റെ കടയിൽ നിന്നും കുപ്പിയെടുത്തു. മാഷേ, ഒരു ചായ കുടിച്ചാലോ? അമ്മ വിളിച്ചു. ആവാം. അവർ തിരിച്ചു വന്നു. ചായ കയ്യിലെടുക്കുമ്പോൾ മാഷ് ചോദിച്ചു, എന്നിട്ട് കുപ്പി എടുത്തിട്ട്? അമ്മ ഇടയിൽ കയറി പറഞ്ഞു. നീ കൊണ്ടുവന്ന കുപ്പിക്ക് ഒരെണ്ണത്തിന് അടപ്പില്ലായിരുന്നു. അതെവിടെ കളഞ്ഞു? ഞാൻ രാവിലെ കുറേ പാടുപെട്ടു. ഏത് കുപ്പി? എല്ലാത്തിനും അടപ്പുണ്ടായിരുന്നല്ലോ. സൈക്കിളിൻ്റെ പിന്നിലിരുന്ന കുപ്പിയില്ലേ, അതിൽ അടപ്പില്ലായിരുന്നു. മാഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അടപ്പില്ലാത്ത കുപ്പി സൈക്കിളിൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ല മാഷേ, ഞാനത് വെക്കുമ്പോൾ അടപ്പുണ്ടായിരുന്നു. ശരി, വരുന്ന വഴിക്ക് അടപ്പ് പോയതായിരിക്കും. രാമു, നീ കേട്ടത് കുപ്പിയിൽ കാറ്റ് കയറിയ ശബ്ദമാണ്. ശിവ. പിന്നെ നടന്നത് മാഷിൻ്റെ ഒരു തിയറി ക്ലാസ്സാണ്. അവിടെ ഇരുന്ന ഒരു കുപ്പി തുറന്ന് അത് ചുണ്ടിൽ ചേർത്ത് വെച്ച് മാഷ് ഊതി. ഈ ശബ്ദമല്ലേ നീ കേട്ടത്? അതെ മാഷേ. അവൻ്റെ മുഖം വിടർന്നു. കണ്ടോ, രാമു ഉഷാറായി. ചായ കുടിച്ച് പ്രിയ ശിഷ്യനെയും കൂട്ടി മാഷ് പുറത്തേക്കിറങ്ങി. ദാമോദരൻ്റെ കടയിൽ നിന്ന് ഒന്നുകൂടി നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കുപ്പി സൈക്കിളിൻ്റെ പിന്നിൽ വെച്ച് ഇറക്കത്തിലൂടെ ഓടിച്ചു നോക്കൂ. അപ്പോൾ ഒന്നുകൂടി ബോധ്യപ്പെടും. വാ. രാമു സൈക്കിളുമായി മാഷിനൊപ്പം നടന്നു. നിന്റെ പേടി ഇന്ന് ഞാൻ മാറ്റിത്തരാം. അത് മാഷേ, കുഞ്ഞാട്ടൻ ഇന്നലെ ഓരോന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മാടനെ പറ്റി. മാടൻ പിന്നിൽ നിന്നും ചൂളം വിളിക്കുമെന്ന്. ഞാനോർത്തത് ഇത് മാടൻ്റെ ശബ്ദമാണെന്ന്. മാടൻ്റെ ശബ്ദം. പക്ഷേ ഒരു സംശയം മാഷേ, ഇന്നലെ എൻ്റെ പിന്നാലെ എന്തോ ഒന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. ദാ ആ ബൾബിൻ്റെ വെളിച്ചത്തിൽ മിന്നായം പോലെ. വല്ല നായയായിരിക്കും. പക്ഷേ എനിക്കത് ഒരു മനുഷ്യരൂപം പോലെയാണ് തോന്നിയത്. അത് തന്നെ കുഞ്ഞാട്ടൻ പേടിപ്പിച്ചതുകൊണ്ടല്ലേ. അവർ നടന്ന് ദാമുവേട്ടൻ്റെ കടയിലെത്തി. അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി? ദാമേട്ടൻ പരിഭ്രാന്തിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ കുഞ്ഞൻ പറമ്പിൻ്റെ അറ്റത്ത് മരിച്ചു കിടക്കുന്നു. രാമുവിൻ്റെ തലച്ചോറിനുള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. ഒരു നല്ല ചെക്കനായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വാസുവാ കണ്ടത്. മാഷ് പകച്ച് രാമുവിൻ്റെ നേരെ നോക്കി. അവൻ്റെ കയ്യിൽ നിന്നും സൈക്കിൾ മറഞ്ഞു വീണു. മാഷ് സൈക്കിൾ എടുത്തുയർത്തി. നീ വാ, കയറ്. അവർ അവിടേക്ക് കുതിച്ചു. മെമ്പറും പോലീസ് കോൺസ്റ്റബിളും തമ്മിൽ സംസാരിച്ച് നിൽക്കുകയാണ്. ബാലമാഷിനെ കണ്ടപ്പോൾ മെമ്പർ അയാളുടെ അരികിലേക്ക് വന്നു. എന്ത് ചെയ്യാനാ മാഷേ, വിഷം തീണ്ടിയതാ. ആ തോടിൻ്റെ അരികിലാണ് കിടന്ന്. ആരും അറിഞ്ഞില്ല. എപ്പോഴാ സംഭവം? ദിവസങ്ങളായി. 2-3 ദിവസം പഴക്കമുണ്ടെന്നാ പോലീസ് പറയുന്നത്. രാമൻകുട്ടി നടുങ്ങി. മാഷിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. സ്ട്രക്ചറിൽ ആംബുലൻസിലേക്ക് കുഞ്ഞേട്ടൻ്റെ ശരീരം എടുത്തു വയ്ക്കുന്നത് നിറകണ്ണുകളോടെ രാമൻകുട്ടി നോക്കി നിന്നു. രാമ 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 ദൈവമേ, രാമപാദം ചേരണേ മുകുന്ദ, രാമ പാഹി മാം. മുത്തശ്ശി നാമം ജപിക്കുകയാണ്. മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് രാമു കിടന്നു. ഇന്നും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. തൻ്റെ കൂടെ കൂട്ടുവന്ന കുഞ്ഞേട്ടൻ തനിക്ക് നേരെ ആ രാത്രിയിൽ
കൈവീശിക്കാട്ടി യാത്ര പറഞ്ഞു പോയത് ഒരാത്മാവാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ആ സംഭവത്തിന് ശേഷം മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. അമ്മയ്ക്കും മുത്തശ്ശിക്കും തനിക്കും മാത്രം വിശ്വാസമുള്ള സത്യം, പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കുവാൻ ഇടയില്ലാത്ത സത്യം, ആരോടും പറയേണ്ടെന്ന് വിലക്കിയത് മാഷാണ്. ഇപ്പോഴും വിരൽ തുമ്പിലുണ്ട് കുഞ്ഞേട്ടൻ്റെ തോളിൽ കൈവച്ചപ്പോൾ ഉണ്ടായ തണുപ്പ്. മുത്തശ്ശി അവൻ്റെ നെറ്റിയിൽ ഭസ്മം തൊടുവിച്ചു. അവൻ കണ്ണു തുറന്നു. എന്താ കുട്ടിയെ? ഒന്നുമില്ല. ചുവരിലെ അച്ഛൻ്റെ ചിത്രത്തിലേക്ക് അവൻ നോക്കിക്കിടന്നു. ഇഷ്ടമുള്ളവരെ സംരക്ഷിക്കാനും കൂട്ടുവരാനും അവർക്ക് കഴിയും. അതാ നീ വിളിച്ചപ്പോ കുഞ്ഞൻ കൂട്ടുവന്നത്. നീ പറയാറില്ലേ, രാവിലെ അച്ഛൻ അടുത്തു വരുന്നതായി കാണാറുണ്ടെന്ന്. അത് സ്നേഹമുള്ളവരുടെ കാവലാണ്. സ്നേഹമുള്ളവരെ തേടി ആത്മാക്കളെത്തും. നിന്റെ കുട്ടി പേടിക്കണ്ട കേട്ടോ. അച്ഛനും നിന്റെ കുഞ്ഞേട്ടനും നിന്റെ കുട്ടിയെ കാത്തോളൂ. അത് പറയുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയും കണ്ണുനീർ തുടച്ചു. രണ്ടുപേരും കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ, വാ ആഹാരം കഴിക്കാം. അമ്മ അകത്തേക്ക് പോയി. മുത്തശ്ശി നിലവിളക്കണച്ച് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ച് രാമു എഴുന്നേൽക്കുവാൻ സഹായിച്ചു. തിരിഞ്ഞു നടക്കവേ തുളസിത്തറയ്ക്കരികിൽ കൊളുത്തിയ മൺചിരാതിനരികിൽ നേർത്ത പുകമഞ്ഞിൽ മൂടി അച്ഛൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. ഒപ്പം കുഞ്ഞേട്ടനും. സ്നേഹമുള്ളവരെ തേടി ആത്മാക്കളെത്തും. രാമു അവരെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ മുത്തശ്ശിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു.